പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു വെൽവിഷറാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആമേൻ നമ്മൾ തിരുവചനത്തിലോട്ട് കടക്കുന്നു. പരിശുദ്ധാത്മാവെ, ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ മേലെ എല്ലാ അപ്പോസ്റ്റോലിക് ബ്ലെസ്സിങ്സിനെയും റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവർ ഒരു അനുഗ്രഹമാകട്ടെ, അത്ഭുതമാകട്ടെ. തിരുകരത്തിൽ അവരെ ഒരുമിച്ച് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ പ്രോഗ്രാമുകൾ ഇപ്പോൾ ഹാർവസ്റ്റ് ടി വിയിൽ എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രോഗ്രാം അനുഗ്രഹമാണെങ്കിൽ അത് മറ്റൊരു വ്യക്തിയോടും കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞാട്ടെ. ഇത് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. പ്രാർത്ഥനകൾക്കും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മഹത്വത്തിൻ്റെ ആഘോഷം ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ വിളിച്ചത് മഹത്വത്തിനാണ്, മഹത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ മഹത്വത്തിൻ്റെ ആഴങ്ങൾ, മഹത്വത്തിൻ്റെ പുതിയ തട്ടുകൾ നമ്മൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നമ്മളും കർത്താവിനോടൊപ്പം ഹല്ലേലൂയ ട്രാവൽ ചെയ്തെങ്കിലേ, അല്ലെങ്കിൽ കർത്താവിനോടൊപ്പം അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കും ഹല്ലേലൂയ പുതിയതായിട്ടുള്ള അപ്ഡേറ്റുകളിൽ കിടക്കുന്ന നന്മകൾ ഹല്ലേലൂയ നമ്മൾക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പുതിയ നന്മകൾ ഞാൻ പ്രാപിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പുതിയ തേജസ്സിൻ്റെ ആഴങ്ങൾ ഞാൻ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു അപ്ഡേറ്റിന് ഇന്ന് പകൽ തയ്യാറാകണം. ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് to go to the next higher degrees of glory. Hallelujah. You should be ready for an update. Hallelujah. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, അപ്ഡേറ്റിന് വേണ്ടി തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. 2 കൊരിന്ത്യർ 3 ലാസ്റ്റ് വാക്യം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ തേജസ്സിൻ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. അവിടെ എടുത്തെഴുതിയിരിക്കുന്നു, കർത്താവ് ആത്മാവാകുന്നു, ആത്മാവാകുന്ന കർത്താവിൽ നിന്ന് ഹല്ലേലൂയ നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് എന്ത് ചെയ്യുന്നു? രൂപാന്തരപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ സ്പിരിറ്റിൽ നിന്നാണ് തേജസ്സിൻ്റെ കൈമാറ്റങ്ങൾ നിങ്ങളുടെ അകത്ത് വർദ്ധിച്ച് വരുന്നത്. വർദ്ധനവ് എന്നൊരാശയം, അപ്ഡേറ്റ് എന്നൊരാശയം നമ്മുടെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ നമ്മൾക്ക് വർദ്ധിച്ചു വരാനോ പുതിയ തേജസ്സിൻ്റെ ആഴങ്ങൾ കാണുവാനോ സാധിക്കത്തില്ല. നമ്മുടെ ആത്മലോകം ഞാൻ പരിശോധിച്ചപ്പോൾ അവർക്ക് വളരെ അലർജി ഉള്ളൊരു വാക്കാണ് അപ്ഡേറ്റ്. പുതിയ ഒരു തട്ടിനെ കുറിച്ച്, പുതിയ ഒരു വെളിപ്പാട് ഒരാൾ പ്രാപിച്ചാൽ, പുതിയ ഒരു മേഖലയിൽ ഒരു ആത്മപ്രവൃത്തി കണ്ടാൽ ഉടനെ നമ്മൾ ചെയ്യുന്നത് വിമർശിക്കുക എന്നതാണ്. അതിനെ വാട്സാപ്പിൽ സെൻഡ് ചെയ്ത് ആ വ്യക്തിയെ തേജോവധം ചെയ്യുക എന്നതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ ക്വാളിറ്റിയാണ് അപ്ഡേറ്റ്. തേജസ്സിൻ മേൽ തേജസ്, ഗ്ലോറി ടു ഗ്ലോറി. ഇംഗ്ലീഷ് ബൈബിളിന്റെ വേറൊരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നു, ഫ്രം 1 degree of glory to the next degree of glory. ഇന്ന് 40 ഡിഗ്രി ഗ്ലോറി ആണെങ്കിൽ നാളെ 45 ഡിഗ്രി ഗ്ലോറി വെളിപ്പെടുമ്പോൾ പുതിയ ചില കാര്യങ്ങൾ നിന്റെ വീട്ടിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ അയൽവക്കത്ത്, നിന്റെ സഭയിൽ വെളിപ്പെടും. പുതിയ ചില തലങ്ങളിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുമ്പോൾ അത് ദുരുപദേശമാണെന്നല്ല നിങ്ങൾ പറയേണ്ടത്. ശരിയാണ്, നിങ്ങൾ വ്യാഖ്യാനിക്കണം, ഇത് ദൈവത്തിൽ നിന്നാണോ ദുരാത്മാവിൽ നിന്നാണോ, അത് നല്ല കാര്യം. അതിനെക്കുറിച്ചല്ല ഞാൻ ഇപ്പോൾ പറയുന്നത്. നിങ്ങൾക്ക് വിവേചനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാകേണ്ട നിങ്ങൾക്കൊരു കാര്യമുണ്ട്, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് എപ്പോഴും അപ്ഡേറ്റുകളുടെ ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ വ്യക്തികളെ നോക്കിയപ്പോൾ ഏതെങ്കിലും സഭ ആത്മാവിൻ്റെ കൂടെ ചലിച്ചാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും വർധനവും അപ്ഡേറ്റുകളും ഞാൻ കാണാനിട്ടിടയായി തീർന്നു. എന്നാൽ ആത്മാവിൽ
ആത്മാവിൻ്റെ കൂടെ ചലിക്കാത്തവർ എപ്പോഴും അതിനെ വിമർശിക്കുന്ന ഒരു കൂട്ടരായി മാറുന്നതും ഞാൻ കണ്ടു. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശരിയാണ്, നിങ്ങൾ ദുരുപദേശകരെ തിരിച്ചറിയണം, അതൊക്കെ ഒരു വശം. പക്ഷെങ്കിൽ ആത്മാവിൻ്റെ പുതിയ പ്രവൃത്തികളെ ദുരുപദേശം എന്ന് പറഞ്ഞ് തേജോവധം ചെയ്ത് കുഴിച്ചു മൂടുന്ന ഒരു സംസ്കാരം കേരളത്തിനുണ്ട്. അത് വ്യക്തമായിട്ട് എനിക്കറിയാം. അതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തേജസ് സ്വപ്നങ്ങളിൽ മാത്രമാണ്. നിങ്ങളിപ്പോൾ ആയിരിക്കുന്നിടത്ത് അങ്ങ് നിന്നോ. നിങ്ങൾക്ക് വർധനവുകളെ ദൈവം നിങ്ങളുടെ ലൈഫിൽ അയക്കില്ല. നിങ്ങൾ വിമർശകനും പരിഹാസിയുമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ല. നിങ്ങൾക്ക് ഗ്ലോറി അനുഭവിക്കാൻ കഴിയില്ല. ഗ്ലോറി അനുഭവിക്കണമെങ്കിൽ അപ്ഡേറ്റുകൾക്ക് തയ്യാറാകണം. എന്താണ് അപ്ഡേറ്റ്? ഇത്രയും നാൾ കണ്ടുവന്ന ഒന്നിൽ നിന്ന് നിന്റെ അകത്തെ മനുഷ്യനിൽ തേജസിന്റെ ഒരു അപ്ഡേറ്റ് നടന്നാൽ നിന്റെ ഫിസിക്കലി വരുന്ന ശുശ്രൂഷകളിൽ, നീ കാണുന്ന അത്ഭുതങ്ങളിൽ ഒക്കെ ഒരു ഷിഫ്റ്റിംഗ് നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമായി എന്ന് നമ്മൾ വായിക്കുന്നില്ല. നിഴൽ തട്ടി രോഗി സൗഖ്യമായെന്ന് വായിക്കുന്നില്ല. എന്നാൽ യേശുവിൻ്റെ ശിഷ്യനായ പത്രോസിൻ്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമായി. ഹല്ലേലൂയ. തേജസ്സിൻ്റെ തലത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഒന്നറിയാം, ഞങ്ങൾ ദൈവത്തെ കൂട്ടിലടച്ച് ബോക്സിൻ്റെ അകത്ത് വെക്കാൻ പാടില്ല. ബൈബിൾ പോലും ആത്മാവിന് പരിമിതി ഇടാനുള്ള ബുക്കല്ല. ബൈബിൾ ഒരു ബേസാണ്. ആത്മാവ്, തേജസ്സിൻ്റെ ആത്മാവ് തനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ നമ്മൾ അനുവദിച്ചാൽ മാത്രമേ തേജസ് വെളിപ്പെടത്തുള്ളൂ. യേശു അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അന്നുള്ള ക്രിസ്ത്യാനികൾ, പത്രോസേ നീ ദുരുപദേശകനാണ്, യേശു നിഴലടിപ്പിച്ചാരെ സൗഖ്യമാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് പത്രോസിനെ വിമർശിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അവർക്കറിയാം ആത്മാവ് അൺലിമിറ്റഡ് ആണ്. ഞാൻ അവനെ ഒതുക്കരുത്. ഞാൻ അവൻ്റെ അൺലിമിറ്റഡ്നെസ്സിനെ അംഗീകരിച്ചാലേ എനിക്ക് തേജസ്സായി മാറാൻ പറ്റൂ. പല സഭകളിലും ഇന്ന് തേജസ്സില്ല, മഹത്വമില്ല, ഡ്രൈ ആണ്. എന്നിട്ട് അവർ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇവിടെ ഡ്രൈ ആണെന്ന് പറയുകയും ചെയ്യും. എന്നാൽ തേജസ്സിൽ ആരെങ്കിലും വർദ്ധിച്ചു വന്നാൽ അവരെ വിധിക്കുകയും ചെയ്യും. ഇന്ന് എനിക്ക് ആത്മലോകത്തോട് വിളിച്ചു പറയാനുള്ളത്, നീ ഒരു വിമർശകനും നീ ഒരു പരിഹാസിയുമാണെങ്കിൽ നിനക്ക് തേജസ് ലഭിക്കത്തില്ല. നിന്നെ ദൈവം ഗ്ലോറി റലത്തിൽ കയറ്റത്തില്ല. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. എൻ്റെ ദൈവം അപ്ഡേറ്റുകളുടെ ദൈവമാണ്. യേശു വന്നത് തന്നെ ഒരു അപ്ഡേറ്റും കൊണ്ടാണ്. പുതിയ നിയമം. ഞാൻ പുതിയ നിയമത്തിന്റെ രക്തത്തിന്റെ മധ്യസ്ഥനാകുന്നു. പുതിയ നിയമം എന്ന് പറയുന്നത് തന്നെ അപ്ഡേറ്റ് ആണ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വീണ മനുഷ്യനെ ദൈവത്തിന് ഒരിക്കലും പൂർണ്ണമായി തൻ്റെ റലത്തിലോട്ട് ഒറ്റ നിമിഷം കൊണ്ട് കയറ്റാൻ സാധിക്കത്തില്ല. ഘട്ടമായിട്ട് മാത്രമേ വീണ മനുഷ്യനെ തൻ്റെ നിലവാരത്തിലേക്ക് ഉയർത്താൻ പറ്റത്തുള്ളൂ. കാരണം വീണപ്പോൾ നമ്മൾ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ ഒരു 1.5 വീഴ്ചയാ മനുഷ്യൻ വീണത്. വീണ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ റലത്തിൽ നിന്നും ഒത്തിരി പടികൾ താഴെയാ വീണത്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 3 പറഞ്ഞത് പഴയ നിയമം ന്യായപ്രമാണം അല്പനാളത്തേക്ക് വന്നതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനാളത്തേക്ക് വന്നതാകുന്നു. എന്തിനാണ്? അടുത്ത അപ്ഡേറ്റ് വരുന്നിടം വരെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങളുടെ സഭയിലുള്ള ഒരു വെളിപ്പാടിനേക്കാൾ ഒരു ഹയർ റലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞാൽ അത് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല എങ്കിൽ ആത്മാവിൻ്റെ തേജസ്സിൻ്റെ ഓപ്പറേഷൻ നിന്നു പോകും. കാരണം തേജസ് വെളിപ്പെടുന്നത് ബുദ്ധിയിൽ നിന്നല്ല, നിന്റെ വാക്ചാതുര്യത്തിൽ നിന്നല്ല, നിന്റെ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിൽ നിന്നല്ല. ആ തേജസ് വെളിപ്പെടുന്നത് കമൻട്രിയിൽ നിന്നല്ല. തേജസ് വെളിപ്പെടുന്നത് ജ്ഞാനത്തിൻ്റെ അക്ഷരങ്ങളുടെ കളി കൊണ്ടല്ല, ആത്മാവിന്റെ ശുശ്രൂഷയിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ അക്ഷരത്തിന്റെ ശുശ്രൂഷകർ അല്ല, ഞങ്ങൾ ആത്മാവിന്റെ ശുശ്രൂഷകർ അത്രേ. എന്ന് പറഞ്ഞാൽ ആത്മാവ് ഞങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യുന്നോ അങ്ങനെ ഞങ്ങൾ മൂവ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർച്ചീഫ് കൊടുത്തുവിട്ട് ഒരു രോഗിയെ സൗഖ്യമാക്കിയതായിട്ട് എഴുതപ്പെട്ടിട്ടില്ല. പക്ഷെ പൗലോസ് അത് ചെയ്തു. അപ്പോസ്തല പ്രവൃത്തി 19:10. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു, ഇത് യേശു ചെയ്യാത്ത പ്രവൃത്തിയാണ്.
യേശു തൊങ്ങൽ തൊടിയിപ്പിച്ചതേ ഉള്ളൂ, കർച്ചീഫ് ഒന്നും കൊടുത്തു വിട്ടിട്ടില്ല. പൗലോസേ, നീ യേശുവിനേക്കാൾ കൂടുതൽ ആളാകാൻ ശ്രമിക്കാതെ എന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇന്ന് ആത്മാവ് എന്തു ചെയ്യുന്നു? എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് ഈ നിമിഷം ആത്മാവ് എന്തു പറയുന്നു അതിലെയാണ് തേജസ് ഇരിക്കുന്നത്. പലരും തേജസ്സിന് വേണ്ടി അന്വേഷിച്ച് നടക്കുകയാണ്, പക്ഷെ ആത്മാവിന് കീഴ്പ്പെടുകയില്ല. അവർക്കൊരു സിസ്റ്റം വേണം, അവർക്കൊരു ഓർഡർ വേണം, അവർക്കൊരു പാറ്റേൺ വേണം, അവർക്ക് 2 മണിക്കൂർ കൃത്യമായിട്ട് ആരാധിച്ചിട്ട് ഉച്ചയ്ക്ക് വീട്ടിൽ പോകണം. ഇതൊന്നും കൊണ്ട് നിന്റെ സഭയിൽ തേജസ് വെളിപ്പെടില്ല. ഇന്ന് ഞാൻ ക്രൈസ്തവ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, തേജസ്സിന്റെ ശുശ്രൂഷ നിനക്ക് ലഭിക്കണമെങ്കിൽ, തേജസ്സിന്റെ സഭയായി നിന്റെ സഭ മാറണമെങ്കിൽ ഒറ്റ വകുപ്പേ ഉള്ളൂ. അക്ഷരത്തിന്റെ ശുശ്രൂഷയിൽ നിന്നും ആത്മാവിന്റെ ശുശ്രൂഷയിലേക്ക് വരണം. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ അവിടെ കൃത്യമായിട്ട് ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ദൈവം പറയുന്നത്, പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം നമ്മൾ പഠിച്ചാൽ അവിടെ പറയുന്നത് മുഴുവൻ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. പഴയ നിയമ തേജസ്, പുതിയ നിയമ തേജസ്, രണ്ടിടത്തും തേജസ് ഉണ്ട്. പക്ഷെങ്കിൽ പുതിയ നിയമത്തിന്റെ തേജസ് നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ഒരു അപ്ഡേറ്റിന് തയ്യാറാകണം. ഞാൻ ഇന്നത്തെ സഭകളെ നോക്കിയപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് ദാവീദിന്റെയും ഗോലിയത്തിന്റെയും കഥ കൃത്യമായിട്ട് അറിയാം, പക്ഷെ ഒരൊറ്റ ലേഖനം പോലും കൃത്യമായിട്ട് അറിയത്തില്ല. എന്താ കാര്യം? നമുക്കിപ്പോഴും കഥകളില്ല, നമ്മൾ അക്ഷരത്തിന്റെ ശുശ്രൂഷയിലോട്ട് കയറി കിടക്കുക. നോ, പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, പഴയ നിയമത്തിന്റെ ശുശ്രൂഷയിൽ തേജസ് ഉണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ തേജസ്സേറിയത്. 2 കൊരിന്ത്യർ 3:9 തൊട്ടാണ് ഞാൻ വായിക്കുന്നത്, 9-10. Hallelujah. For what was glorious has now no glory in comparison with the surpassing glory. പഴയ നിയമത്തിന്റെ തേജസ്സും പുതിയ നിയമത്തിന്റെ തേജസ്സും കൂടെ ഇപ്പൊ നോക്കിയാൽ, പുതിയ നിയമത്തിന്റെ തേജസ്സിന്റെ വെളിപ്പാടിൽ പഴയ നിയമത്തിന്റെ തേജസ്സിനെ നോക്കിയാൽ, പഴയ നിയമത്തിന്റെ തേജസ് അല്ലെന്നാ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം ഇവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്, ഇവിടെ ഒരു അപ്ഡേറ്റ് ഉണ്ട്, ഇവിടെ ഒരു വർധനവുണ്ട്, ഇവിടെ ഒരു പുതുമയുണ്ട്. ഹല്ലേലൂയ. അത് വെളിപ്പെടണമെങ്കിൽ ആത്മാവാകുന്ന കർത്താവിനെ നമ്മൾ ഫ്രീഡത്തോടെ മൂവ് ചെയ്യാൻ അനുവദിക്കണം. കാരണം 2 കൊരിന്ത്യർ 3:18 പറയുകയാണ്, തേജസ്സിന്മേൽ തേജസ് ആത്മാവാകുന്ന കർത്താവിൽ നിന്നല്ലോ വരുന്നത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഹല്ലേലൂയ. 3:18. And we all with unveiled faces contemplate the Lord's glory and are being transformed into his image with ever increasing glory which comes from the Lord who is the Spirit. പലർക്കും ഈ സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പോൾ അലർജിയാ. ഹല്ലേലൂയ. നിനക്ക് സ്പിരിറ്റ് എന്ന് കേൾക്കുമ്പോൾ അലർജി ആണെങ്കിൽ തേജസ് എന്നും ഉള്ള വാക്കും നീ ഉച്ചരിക്കാൻ നിനക്ക് അനുവാദമില്ല. കാരണം പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ കാറ്റുപോലെയാ ഓടുന്നത്. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചവൻ, ആത്മാവിൽ ജനിച്ചവൻ, അവന് എന്തു ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എഴുതപ്പെട്ടു വെക്കാൻ പറ്റത്തില്ല. നിനക്ക് എഴുതപ്പെട്ട തിയറിയാ വേണ്ടിയെങ്കിൽ നീ ഏതെങ്കിലും അങ്ങനെയുള്ള ശുശ്രൂഷ ആഗ്രഹിക്കുക. തേജസ്സിന്റെ ശുശ്രൂഷ എഴുതപ്പെടാൻ പറ്റുന്നതല്ല, കാറ്റുപോലെയാ. എവിടെ നിന്ന് വരുന്നു, എങ്ങനെ പോകുന്നു, അടുത്ത എന്ത് നടക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ആത്മാവിന്റെ ശുശ്രൂഷയാ. ആത്മാവിന്റെ ശുശ്രൂഷയാകുമ്പോൾ അതിന് പരിമിതികളില്ല. ഹല്ലേലൂയ. എഴുതപ്പെട്ട ശുശ്രൂഷകളിൽ പരിമിതിയുണ്ട്. ആത്മാവിന്റെ ശുശ്രൂഷയിൽ പരിമിതിയില്ല. പഴയ നിയമത്തിൽ പുരോഹിതന്മാർ എല്ലാ വർഷവും ചെയ്തു പോരേണ്ടുന്ന ചില ശുശ്രൂഷകളുണ്ട്, അതൊക്കെ എഴുതപ്പെട്ടതാ. ഹല്ലേലൂയ. ഓർഡിനേഷൻ പോലെ ചെയ്തു പോരേണ്ടുന്ന, എങ്ങനെ യാഗം അർപ്പിക്കേണ്ട എല്ലാ വർഷവും ഒരുപോലെ, എങ്ങനെ അതിപരിശുദ്ധ സ്ഥലത്ത് കയറേണ്ടത് ഒരുപോലെയാ. എപ്പോഴും ഒരു പാറ്റേണിലാണ് അത് ഓടിക്കൊണ്ടിരുന്നത്. എന്നാൽ ആത്മാവിന്റെ ശുശ്രൂഷകൾ വരുമ്പോൾ തേജസ്സിന്മേൽ തേജസ് വരും. അതിൻ്റെ അകത്ത് നിങ്ങളൊരു പാറ്റേണിന് വേണ്ടി അന്വേഷിക്കരുത്, ഇത് ആത്മാവിലാണോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. ഹല്ലേലൂയ. ആത്മാവിനെ അനുവദിക്കുന്ന മിനിറ്റിൽ തേജസ് വെളിപ്പെടും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, തേജസ് ഞാൻ കാണണോ, എനിക്കൊരൊറ്റ വഴിയേ ഉള്ളൂ, ഞാൻ ആത്മാവിനെ അനുവദിക്കണം. ഞാൻ എടുത്തൊരു വാചകം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഇപ്പോൾ ബൈബിളിൽ ഉണ്ടോ എന്ന് പോലും നിങ്ങൾ നോക്കരുത്. പലരും ആത്മാവിനെ ഒതുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയാറുള്ള വാചകം ഇതാണ്, ഇങ്ങനൊരു കാര്യം ബൈബിളിൽ ഇല്ല.
ആ പറയുന്നത് തന്നെ എന്തു വലിയ മടയത്തരമാണെന്ന് അവർ തിരിച്ചറിയാതെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെളിയിക്കാൻ പോവുകയാണ്. യോഹന്നാൻ 21:25. യോഹന്നാൻ 21:25. Jesus did many other things as well. If every one of them were written down, I suppose that even the whole world would not have room for the books that would be written. അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ചെയ്തു, ഇതിന് പുറമേയും ചെയ്തു. എല്ലാം കൂടെ എഴുതണമെങ്കിൽ ഞങ്ങൾക്ക് ബുക്കോ ഈ ലോകത്തിലുള്ള സർവ്വ ബുക്കിൽ എഴുതിയാലും തികയത്തില്ല എന്ന് യോഹന്നാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ യേശു ചെയ്ത എല്ലാം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല കുഞ്ഞേ. നീ എന്തുവാ ഇപ്പോഴും തേജസ്സിനെ ലിമിറ്റ് ചെയ്യുന്നത്? നീ എന്തിനാ ഇപ്പോഴും ആത്മാവിനെ ലിമിറ്റ് ചെയ്യുന്നത്? ഒരിടത്തൊരു ശുശ്രൂഷ കണ്ടാൽ, ഒരു ആത്മാവിൻ്റെ പുതിയ ചലനം കണ്ടാൽ, ആത്മാവിൻ്റെ ഒരു ചിരി കണ്ടാൽ, ആത്മാവിൻ്റെ ജോയ് അനോയിൻറ്റിങ് കണ്ടാൽ, ആത്മാവിൻ്റെ ഗ്രോണിങ് കണ്ടാൽ, ആത്മാവിൻ്റെ പുതിയ തട്ടുകൾ വെളിപ്പെട്ടാൽ, ആത്മാവിൻ്റെ പുതിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ കണ്ടാൽ, ആത്മാവിൻ്റെ പുതിയ ചലനങ്ങൾ കണ്ടാൽ, നീ പറയുകയാണത് ബൈബിളിൽ ഇല്ലെന്നല്ലേ? ഹലോ, ബൈബിൾ തന്നെ പറയുന്നു ബൈബിളിലെല്ലാം ഇല്ല. ബൈബിൾ തന്നെ പറയുന്നു ബൈബിളിൽ എല്ലാം എഴുതിയിട്ടില്ല. നീ ബൈബിൾ വെച്ച് എൻ്റെ ദൈവത്തെ ഒതുക്കരുത്. ബൈബിൾ ദൈവത്തിൻ്റെ ഒരംശമാണ്. മനുഷ്യരോട് അന്നുവരെ ഇടപെട്ട ഒരംശമാണ്. അത് മുഴുവൻ ദൈവമല്ല. ദൈവത്തിൻ്റെ ആഴങ്ങളും തേജസ്സിൻ്റെ വലിപ്പങ്ങളും ഇനിയും ഈ ലോകം കണ്ടിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു ഇനി വരുന്ന തലമുറ ഈ ബൈബിളിൽ എഴുതിയ അത്ഭുതങ്ങളുടെ 1000 മടങ്ങ് മുകളിൽ കാണും. കാരണം ഓരോ വട്ടവും നമ്മൾ ആത്മാവിന് അധികം കീഴ്പ്പെട്ടാൽ നമ്മൾ പോകുന്നത് തേജസ്സിൻ മേൽ തേജസ്സാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 14 യേശു പറഞ്ഞത്, എന്നിലും അധികം നിങ്ങൾ ചെയ്യും. You will do greater works than me. ഈ ഗ്രേറ്റർ എന്ന് പറഞ്ഞ എന്തുവാണ്? അത് ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ലാത്തതാണ്. നിങ്ങളായിരുന്നെങ്കിൽ അന്നും പോയി വിധിച്ചേനും, യേശു ചെയ്യാത്തത് നിങ്ങൾ ചെയ്യണ്ട. എടാ, യേശു തന്നെ പറഞ്ഞു ഞാൻ ചെയ്യാത്തത് നിങ്ങൾ ചെയ്യും. അപ്പോഴാണ് നീ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെവിടെ യേശു ചെയ്തതെന്ന്. യേശു എല്ലാം ചെയ്യണമെന്നില്ല, ബൈബിളിലെല്ലാം രേഖപ്പെടുത്തണമെന്നില്ല. നീ ആത്മാവിനെ അനുവദിക്ക്. Do you want to see the glory of God? എനിക്കൊരൊറ്റ ചോദ്യമേ ഇന്ത്യൻ സഭയോട്, കേരളത്തിലെ സഭയോട് ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് ദൈവപ്രവൃത്തിയും തേജസ്സും കാണണോ? ഒറ്റ വകുപ്പേ ഉള്ളൂ. ആത്മാവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുക. ആത്മാവ് എന്നാ പറഞ്ഞാലും ചെയ്യുക. അത് ഈ ബൈബിളിൽ ഓൾറെഡി രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ഓൾറെഡി ഒരാൾ ചെയ്തിട്ടുണ്ടോ എന്നത് വിഷയമല്ല. കൂടെ ഉണ്ടെങ്കിൽ ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഒരു അപ്ഡേറ്റിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുക. ഹല്ലേലൂയ. പലരും അപ്ഡേറ്റിലല്ല നിൽക്കുന്നത്. നിങ്ങളുടെ ആത്മാവിൻ്റെ ശുശ്രൂഷ, നിങ്ങളുടെ തേജസ് ലിമിറ്റഡ് ആയി പോയി കിടക്കുന്ന എവിടെയാണ് എന്ന് ഞാൻ പറയാം. നിങ്ങൾ അപ്ഡേറ്റിന് തയ്യാറല്ല. അവിടെയാണ് നിങ്ങളുടെ ലൈഫിലെ തേജസ് ലിമിറ്റഡ് ആയി പോയത്. എബ്രായ ലേഖനം 8-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ്. But in fact the ministry Jesus has received is as superior to this as the covenant of which he is a mediator is superior to the old one. യേശു ക്രിസ്തു മധ്യസ്ഥനായി നിൽക്കുന്ന പുതിയ നിയമം പഴയ നിയമത്തെക്കാൾ ശ്രേഷ്ഠകരമായ നിയമം അല്ലോ. ഹല്ലേലൂയ. അതിൽ ശ്രേഷ്ഠകരമായ വാഗ്ദത്തങ്ങളില്ലയോ? എല്ലാവരും വളരെ ശ്രദ്ധയോടെ എന്നെ ഈ വാക്യത്തിൽ കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയേക്കാൾ എത്രയോ ശ്രേഷ്ഠകരം. ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയിരിക്കുന്നു സുപ്പീരിയർ മിനിസ്ട്രി. എൻ്റെ ചോദ്യം, നിങ്ങൾ ഇന്നും പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? വാസ്തവത്തിൽ നിങ്ങൾ ഇന്നും ആത്മാവിൻ്റെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരായിട്ടുണ്ടോ? ഹല്ലേലൂയ. അതോ നിങ്ങൾ ഇന്നും അക്ഷരത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയിലും ശുശ്രൂഷ സ്ഥലങ്ങളിലുമാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കൊരിക്കലും തേജസ്
അനുഭവിക്കാൻ കഴിയത്തില്ല. 8:7 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എബ്രായ ലേഖനം 8:7. For if there had been nothing wrong with the first covenant, no place would have been sought for another. ആദ്യത്തതിന് ഒരു കുറവുമില്ലായിരുന്നെങ്കിൽ രണ്ടാമത്തത് അന്വേഷിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നിയമത്തിന് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ കുറവുകളുണ്ട്. ദൈവം പുതിയ നിയമം കൊണ്ടുവന്നാൽ ഞാനും കൂട്ടത്തിൽ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും, എന്തുകൊണ്ട് ദൈവം കൊണ്ടുവന്ന നിയമത്തിൽ കുറവുണ്ടായി? പറയാം, കാരണം നിനക്ക് കുറവുണ്ട്. ഒരിടത്ത് ഒരു പരീക്ഷൻ ചോദിക്കുകയാണ്, ഡിവോഴ്സ് ചെയ്യുന്നത് ശരിയാണോ, മോശ അങ്ങനെ പറഞ്ഞില്ലേ എന്ന്. ഉടനെ യേശു ഒരു കാര്യം അവനോട് പറഞ്ഞു, അങ്ങനെ പലതും പറയേണ്ടി വന്നിട്ടുണ്ടടാ, അതൊക്കെ നിങ്ങളുടെ ഹൃദയ കാഠിന്യം നിമിത്തമാണ്. ദൈവം ഈ ബൈബിളിൽ പറഞ്ഞത് എല്ലാം, പഴയ നിയമത്തിൽ പറഞ്ഞതെല്ലാം അവൻ്റെ ഹൃദയപ്രകാരം ഒന്നുമല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിലെ പല കാര്യങ്ങളും വീണ മനുഷ്യനോടുള്ള അവനെ എങ്ങനെയും കയറ്റിക്കൊണ്ടുവരാനുള്ള ആദ്യ പടി എന്നേ ഉള്ളൂ, തൽക്കാലത്തേക്ക് കൊടുത്തൊരു നിയമം. എന്നാൽ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ കർത്താവ് അതിനെ ടോട്ടലി അപ്ഡേറ്റ് ചെയ്യുകയാണ്, കർത്താവിൻ്റെ ഹൃദയപ്രകാരവും കർത്താവിൻ്റെ ശുശ്രൂഷ പ്രകാരവും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ആത്മാവിൻ്റെ കാര്യങ്ങൾ വെളിപ്പെടട്ടെ, പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ വെളിപ്പെടട്ടെ, പുതിയ നിയമത്തിൻ്റെ തേജസ്സിനെ കുറിച്ച് നിങ്ങൾ അറിയട്ടെ, പുതിയ നിയമത്തിൻ്റെ നീതി എന്താണെന്ന് നിങ്ങൾ അറിയട്ടെ, പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ആത്മാവിൽ ജീവിക്കേണ്ടത് എന്ന് നിങ്ങൾ തിരിച്ചറിയുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര അപ്ഡേറ്റുകൾ സംഭവിക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നൊരു അപ്ഡേറ്റിന് റെഡിയാണ്? ഹല്ലേലൂയ. എൻ്റെ സഭയാണ് ഫൈനൽ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്തിൽ നിങ്ങൾ കേട്ടതാണ് ഫൈനൽ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നോ, അതിന് പുറമേ പല അപ്ഡേറ്റുകളുമുണ്ട്. അതിന് പുറമേ ആത്മാവിന് ഇന്നുവരെ എഴുതപ്പെടാത്ത പല കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആത്മാവിന് പുതിയ വെളിപ്പാടുകളെ നൽകാൻ താല്പര്യമുണ്ട്. ആത്മാവിന് തൻ്റെതായ പുതിയ റൂട്ടിൽ കാറ്റുപോലെ ഓപ്പറേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ചവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൻ കാറ്റുപോലെയാകുന്നു, എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്നറിയുന്നില്ലല്ലോ, ആത്മാവിനെ ഒതുക്കരുത്. ഹല്ലേലൂയ. പുതിയ നിയമ ശുശ്രൂഷ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. അത് പുതുവീഞ്ഞാണ്, അത് പഴയ തുരുത്തിയിൽ പകരപ്പെടാൻ കഴിയത്തില്ല എന്ന് യേശു അതുകൊണ്ടാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പലരും ഇന്നും പഴയ തുരുത്തി വെച്ചിട്ട് പുതിയതിനെ സ്വീകരിക്കാൻ നിൽക്കുകയാണ്. നടക്കില്ല. കേരളത്തിലെ ആത്മലോകത്തോട് ഞാൻ സംസാരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പഴയ തുരുത്തിയും പുതിയ വീഞ്ഞും നടക്കത്തില്ല. നിങ്ങൾക്ക് തേജസ് കാണണോ, പുതിയ റലത്തിലോട്ട് ഇന്ന് ഷിഫ്റ്റ് ആകണം. നിങ്ങൾക്ക് പുതുവീഞ്ഞു വേണോ, പുതിയ തുരുത്തിയുമായി എൻ്റെ യേശുവിൻ്റെ അരികിൽ നിങ്ങൾ വരണം. നിങ്ങൾക്ക് പുതുവീഞ്ഞു വേണോ, നിങ്ങൾ പുതിയ തുരുത്തിയുമായി, പുതിയ മനോഭാവവുമായി, പുതിയ അപ്ഡേറ്റുകൾക്ക് റെഡിയായി നിങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വരണം. എന്നും വിൻഡോസ് 7 അല്ല, വിൻഡോസ് 10 നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, വിൻഡോസ് 11 നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഇന്നൊരു അപ്ഡേറ്റിന് റെഡി ആയാട്ടെ. യോഹന്നാൻ 3:34 ദൈവാത്മാവ് എൻ്റെ മനസ്സിൽ ഓർപ്പിക്കുകയാണ്. For the one whom God has sent speaks the words of God, for God gives a spirit without limit. പുതിയ നിയമത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. For the Lord gives a spirit without limit. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയും പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, അപ്ഡേറ്റ് ഇതാണ്. പഴയ നിയമത്തിൽ സ്പിരിറ്റ് ലിമിറ്റഡ് ആണ്, പുതിയ നിയമത്തിൽ സ്പിരിറ്റ് അൺലിമിറ്റഡ് ആണ്. കുഞ്ഞെ, നിന്റെ ലൈഫിൽ എന്തായാലും ഇനി പരിപാടി നടക്കണമെങ്കിൽ ഒറ്റ ഒരാളെ അനുവദിച്ചാൽ മതി, സ്പിരിറ്റ് വിതൗട്ട് ലിമിറ്റ്. ഞാൻ പറയുന്നത് കേട്ടോ, ആത്മാവിനെ കൂച്ചുവിലങ്ങിടാതെ നിന്റെ സഭയിലോ വീട്ടിലോ വ്യക്തി ജീവിതത്തിലോ അനുവദിച്ചാൽ നിന്റെ ജീവിതം അസാധാരണമായിരിക്കും. പഴയ നിയമത്തിൽ ആത്മാവിന് അളവുണ്ട്, പുതിയ നിയമത്തിന് ആത്മാവിന് അളവില്ല. യോഹന്നാൻ 3:34 നമ്മളിപ്പോൾ വായിച്ചത്. അവിടെ എഴുതിയിരിക്കുകയാണ്, the spirit is given without limit. ലിമിറ്റുകൾ ഇല്ലാതെ ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. പുതിയ നിയമത്തിൻ്റെ വാക്യമാണ്. പഴയ നിയമത്തിൽ അങ്ങനൊരു സംഭവമില്ല. പഴയ നിയമത്തിൽ ലിമിറ്റഡ് ആണ്. 1 പങ്ക്, 2 പങ്ക്.
അങ്ങനെ ഉള്ളൂ. ഒരു ഏരിയയിൽ ആത്മാവ് പ്രവർത്തിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ തേജസ്സിന്മേൽ 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 തേജസ് ലേക്ക് നിന്നെ നടത്തുവാൻ ആത്മാവിനെ അൺലിമിറ്റഡ് ആയിട്ട് അനുവദിക്കുക. ഒരു കാറ്റ് പോലെ ഇടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ പുറകോട്ടോ എങ്ങനെയും ആത്മാവ് മൂവ് ചെയ്യട്ടെ. ഹല്ലേലൂയ. പലരും 1 കൊരിന്ത്യർ ലേഖനം എടുത്ത് പഠിച്ചിട്ടാണ് പറയുന്നത് ആത്മാവിനെ അങ്ങനെയൊന്നും അനുവദിക്കാൻ കഴിയത്തില്ല, എല്ലാത്തിനും ഒരു ചിട്ടയും ഓർഡറും ഒക്കെ വേണമെന്ന്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങളത് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം ജഡീക സഭയോട് എഴുതിയ ലേഖനമാണ്. ജഡീകന്മാർ ആത്മാവിൻ്റെ കൃപാവരങ്ങളെ ഉപയോഗിച്ച് തെറ്റിച്ച് കൊളമാക്കി എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിനും പ്രൈഡിനും വേണ്ടിയിട്ട് അവർ അന്യഭാഷ പറഞ്ഞു, അവർ പ്രവചിച്ചു. ആ സ്ഥലത്താണ് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കരുത്, പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് പൗലോസിന് എഴുതേണ്ടി വന്നത്. അല്ലാതെ ആത്മാവിന് കൂച്ചുവിലങ്ങിടുന്ന ഒരു ലേഖനമല്ല 1 കൊരിന്ത്യർ ലേഖനം. കാരണം എഫേസ്യ ലേഖനം എന്ന മെച്യൂർ സഭയിലോട്ട് പൗലോസ് കടന്നു വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവിൽ നിറഞ്ഞോണം എന്നാ പറഞ്ഞത്. എന്നാൽ കൊരിന്ത് സഭ ഒരു ജഡീക സഭയായതുകൊണ്ട് അവർ കൃപാവരങ്ങളെ അവർ തെറ്റായി ഉപയോഗിച്ചു. ആ സാഹചര്യത്തിലാണ് അവിടെ പൗലോസിന് ഒരു ലിമിറ്റ് വെക്കേണ്ടി വന്നത്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങളൊരു ആത്മീക സഭയാണെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന കുറെ അംശങ്ങൾ നിങ്ങൾ എടുക്കാനുള്ളതല്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ലിമിറ്റേഷനുകളും അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ എടുക്കേണ്ടതല്ല. നിങ്ങൾ ആത്മാവിൽ ചലിക്കേണ്ട സഭയാണ്, ആത്മാവിനെ അനുവദിക്കേണ്ട സഭയാണ്, ആത്മാവിനെ തുറന്നു വിടേണ്ട സഭയാണ്. ആത്മാവിനെ കൂച്ചുവിലങ്ങിടരുത്. അവൻ ഇടത്തോട്ടോ വലത്തോട്ടോ മുന്നോട്ടോ പുറകോട്ടോ ചലിച്ചാൽ, അവന്റെ കൂട്ടത്തിൽ നീ ചലിച്ചാൽ, ആമേൻ, തേജസ് മാനിഫെസ്റ്റ് ആകും. വേറെ എന്തേലും വഴിയുണ്ടോ ബ്രദറെ തേജസ് മാനിഫെസ്റ്റ് ആകാൻ? ഇല്ല, ഇല്ല, ഇല്ല. ഒറ്റ വഴിയുള്ളൂ. ആത്മാവാകുന്ന കർത്താവിൽ നിന്ന് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. ആത്മാവാകുന്ന കർത്താവിൽ നിന്ന് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. ആത്മാവാകുന്ന കർത്താവിൽ നിന്ന് തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. Can you allow the Spirit without the limit? Hallelujah. I'm going to pray for you. Lord Jesus, thank you for all these wonderful dear people of God. I bless all of them in the mighty precious name of Jesus Christ. Appa അവരുടെ ജീവിതത്തിൽ ഒരു അപ്ഡേറ്റിന് തയ്യാറാകട്ടെ. അവർ ഇത്രയും നാൾ ആത്മലോകത്തിൽ കണ്ട ഒരു കാര്യത്തിന് വേണ്ടിയല്ല, കാണാത്ത ചില മേഖലകൾക്ക് വേണ്ടി ആത്മാവ് അവരെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നു. Come up എന്ന് യോഹന്നാനെ വിളിച്ചതുപോലെ ആത്മാവ് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കയറി വരിക, ഞാൻ പുതിയത് ചിലത് നിന്നെ കാണിച്ചു തരാം, പുതിയ ചില അപ്ഡേറ്റുകൾ ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ ആത്മാവിൻ്റെ പുതിയ തട്ടുകൾ, ലെവലുകൾ അവിടെ ഇൻവിറ്റേഷനിൽ കിടക്കുമ്പോൾ അവർ പറയുകയാണ്, ഇങ്ങനെ ഇന്ന് വരെ ഞങ്ങളുടെ സഭ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ആത്മാവിനെ കൂച്ചുവിലങ്ങിട്ട മേഖലകൾ ഇവരോട് ക്ഷമിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആത്മാവിനെ അനുവദിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അക്ഷരത്തിൻ്റെ ശുശ്രൂഷ മാറ്റിവെച്ച് ആത്മാവിൻ്റെ ശുശ്രൂഷയുടെ പുതിയ തട്ട് ആത്മലോകത്തിൽ തുറക്കുവാൻ ഞാൻ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ച് ഈ പ്രിയ ജനത്തെ, സഭകളെ, ഇന്ത്യൻ ആത്മലോകത്തെ, കേരളത്തിലെ ആത്മഗോളത്തെ ബ്ലസ് ചെയ്യുന്നു, തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു. ഒരു അപ്പോസ്റ്റോലിക് ബ്ലെസ്സിംഗ് കൊണ്ട് ആമേൻ ഈ ദേശങ്ങളെ ഞങ്ങൾ നിറയ്ക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. See you in the next episode. Amen. Amen. Amen.